അച്യുത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാചക വിശേഷങ്ങൾ ഇല്ലാത്ത വ്ളോഗ് എന്ത് വ്ളോഗ് അല്ലേ? കുറച്ച് പേർക്കൊക്കെ അതൊക്കെ കാണാനായിട്ട് ആഗ്രഹം കാണും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പാചക വിശേഷങ്ങളുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കവിള്, ചിലവർക്ക് കവിളില്ലാത്തത് ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലേ. ചിലവർക്ക് ഇങ്ങനെ കണ്ണാടിയിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും ഒയ്യോ എൻ്റെ കവിളെല്ലാം എന്താ ഒട്ടി ഇങ്ങനെ സോഡ കുപ്പി പോലെ ആയിട്ടിരിക്കുന്നത്, എനിക്ക് കവിളില്ലല്ലോ, ഇനി കവിള് വരാനായിട്ട് എന്ത് ചെയ്യണം എന്നോർത്തിട്ട് ആരും സങ്കടപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. 2-3 ചെറിയ ടിപ്സ് പറഞ്ഞുതരാം. പിന്നെ ഉള്ളിലേക്ക് കഴിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പം നമുക്ക് എത്ര കവിളില്ലാത്തവരാണേലും നല്ല തുടുത്ത കവിളൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷങ്ങൾ ഇതെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്കിന്ന് ഇഡ്ഡലി കേട്ടോ. ഇഡ്ഡലിയൊക്കെ കോരി ഒഴിച്ചു. ഇന്ന് മാവ് അരച്ചതായിരുന്നു. ഇന്നലെ അരച്ചു വെച്ച മാവാണ്. പുളിച്ചു പൊങ്ങിയതുപോലെ മേളിലോട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇഡ്ഡലിയൊക്കെ നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കണം. ചമ്മന്തിക്ക് തേങ്ങയൊക്കെ തിരുമിയത് ഇരിപ്പുണ്ട് കേട്ടോ. നമുക്കിത് വയ്ക്കാം. ഇഡ്ഡലി നമ്മളങ്ങനെ സ്റ്റൗവിൽ വെച്ചു. ഇനിയിപ്പോൾ അതാ നമ്മൾ കുറച്ച് കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് നമുക്ക് ഇച്ചിരി പൊടി ഇട്ടെടുക്കാം. ഇത് മസാല ചായയുടെ പൊടിയാട്ടോ. മോന് മൂന്നാറിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും മേടിച്ചുകൊണ്ട് വന്നതാണ്. നല്ല ടേസ്റ്റായിട്ടോ. എന്ന് വെച്ചിട്ട് മസാല ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ, പക്ഷേ ഇതിനകത്തുണ്ടല്ലോ ലൈറ്റായിട്ടേ മസാല ഉള്ളൂ കേട്ടോ. ഇതാണ് ലൈറ്റായിട്ടേ മസാല ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ എനിക്ക് ഇങ്ങനെ മസാലയുടെ ചായ ഒന്നും ഇഷ്ടമല്ലാത്ത, അപ്പം ഞാൻ പക്ഷേ ഇതിച്ചിരി കട്ടനിട്ട് നോക്കിയപ്പോഴത്തേക്കും അതിനെനിക്കൊരു ടേസ്റ്റൊക്കെ തോന്നി കേട്ടോ. ലൈറ്റായിട്ടേ ഉള്ളൂ മസാല. അപ്പോൾ ഇനി കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയി കേട്ടോ. കുറച്ച് ഇഡ്ഡലി ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ. ഇതാ കൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അമ്മങ്ങും. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പം അതിന് ഇതാ നമ്മളിവിടെ ഒരു ചമ്മന്തി അരച്ചു കേട്ടോ. പച്ചമുളകിട്ട് അരച്ച ചമ്മന്തിയാണിത്. നമ്മൾ ചമ്മന്തി കുറച്ച് മുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ചുമ്മാ സബോള നന്നായിട്ട് കൊത്തി അരിഞ്ചെറുതായിട്ട് എടുക്കണം. എന്നിട്ട് കാശ്മീരി ചില്ലി ഇട്ടിരിക്കുന്നത് കേട്ടോ. മുളക് പൊടിയും ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ച് കുഴച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇത്ര എണ്ണ മതി. വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം. എന്തിനാ ഒരുപാട് എണ്ണ, ഇത് തന്നെ ധാരാളം അല്ലേ. അപ്പോൾ നമുക്ക് മുളകും ചമ്മന്തിയും ഒക്കെ കൂട്ടി സാമ്പാറും ഇരിപ്പുണ്ട് കേട്ടോ. ഇന്നലത്തെ കുറച്ച് സാമ്പാറും ഇരിപ്പുണ്ട്. വേണമെങ്കിൽ നമുക്ക് സാമ്പാറും എടുക്കാം. അപ്പം നമുക്കിത് അടച്ചു വെച്ചേക്കാം. ഇനി ബാക്കി ഇഡ്ഡലിയും കൂടെ എടുക്കട്ടെ കേട്ടോ. വേണ്ട, നല്ല ഇഡ്ഡലി. നമ്മൾ അരച്ചുണ്ടാക്കുന്നതും കടയിൽ നിന്ന് മേടിക്കുന്ന മാവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ബാക്കി ഇഡ്ഡലിയും കൂടെ എടുക്കട്ടെ. അപ്പോൾ ഇതിനോടിടയ്ക്ക് അരിക്ക് വെള്ളം വെച്ചിട്ട് അരി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ എടുത്ത് നമുക്ക് റൈസ് കുക്കറിലേക്ക് വെച്ചും കൊടുക്കാം. അപ്പോളേ നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചെറിയ മീൻ കിട്ടിയായിരുന്നു. അത് നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം. അതിനുള്ള അരപ്പൊക്കെ ദാ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിന്ന് മീനൊക്കെ വെട്ടി തന്നത് നമ്മുടെ മോളാണ് കേട്ടോ. മോള് ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചായിരുന്നു മോള് വന്നില്ലേ എന്ന്. വന്നു, ഇന്നലെ വൈകിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾ കുളിക്കാൻ പോയി മീനൊക്കെ വെട്ടി തന്നിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വയ്ക്കോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരട്ടെ. നമുക്കിത് മീൻ പറ്റിച്ചെടുക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പപ്പരയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ അല്ലെങ്കിൽ ലോമയ്ക്ക, പല പേരുകളിൽ അറിയപ്പെടുന്ന സാധനം, നല്ല അടിപൊളി സാധനമാണ്. അത് നമുക്കുണ്ടല്ലോ, അത് നമുക്ക് തോരൻ വെക്കാം. അപ്പം ഇത് നമുക്ക് തോരൻ വെക്കണം. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ വഴുതനങ്ങ ഇതാ ഫ്രൈ ചെയ്യാനായിട്ട് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഒരു ശകലം കായപ്പൊടിയും കൂടെ ഇതാ പുരട്ടി വെച്ചിരിക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടോ. അപ്പം നമുക്ക് ഈ പപ്പരയ്ക്ക് ഒന്നേ തോരൻ വെക്കാം. വരുന്നു അതിന് നമുക്ക് തോരൻ വെക്കാം. ഞാനേ
ഈ പപ്പരക്ക തോരൻ വെക്കുമ്പോൾ 2-3 ഉഴുന്ന് പരിപ്പും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുന്നത്. ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അയ്യോ ചേച്ചി ഉപ്പിടാൻ മറന്നുപോയി എന്ന് പറഞ്ഞേക്കല്ല്, ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിന് വെള്ളമൊന്നും വേണ്ട കേട്ടോ. എന്തോ വേണമെങ്കിൽ ശകലം നമുക്ക് തിളച്ച് കൊടുക്കാം, അത്രേ ഉള്ളൂ. ഒരുപാട് അങ്ങോട്ട് വെള്ളം കോരി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുള്ളി വെള്ളം തിളച്ച് കൊടുക്കും. അപ്പം നമ്മുടെ കപ്പളങ്ങയൊക്കെ വെന്തു. നമുക്കിനി നമ്മുടെ അരപ്പ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് കേട്ടോ. അപ്പം നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വഴുതനങ്ങയും കൂടെ നമുക്കൊന്ന് ഇതായിട്ട് എടുത്താൽ മതി. അപ്പം നമ്മുടെ ജയശ്രീയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. വഴുതനങ്ങയും കൊണ്ടുവന്നു. നമ്മുടെ ഉപ്പുമാങ്ങയില്ല, ഉപ്പുമാങ്ങ കാണിച്ചു തരാവേ. കൊതിയൊരു ഉപ്പുമാങ്ങ കണ്ടു കഴിഞ്ഞാൽ കാണിച്ചു തരാം. എടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ തോരൻ റെഡി. ഉപ്പുമാങ്ങ നല്ല ടേസ്റ്റല്ലേ ഉപ്പുമാങ്ങ. ശകലം കഴിച്ചു നോക്കാം നമുക്ക്. എന്നാ ടേസ്റ്റാണ്. എന്തോ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ നമുക്ക് കിട്ടാറില്ല. ഇപ്പം പിന്നെ ടേസ്റ്റ് കൊണ്ടുതന്നപ്പോൾ ആക്ച്വലി ചമ്മന്തി അരക്കാനൊക്കെ നല്ല സൂപ്പറാട്ടോ. അടിപൊളി ടേസ്റ്റ്. ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ അതിനാൻ തോന്നിക്കത്തില്ല. പണ്ട് ഇതും ചക്കക്കുരുവും കൂടി ഇട്ടിട്ട് ചക്കക്കുരുവും മാങ്ങയായിട്ടൊക്കെ കറിയൊക്കെ വെക്കത്തില്ല. നല്ല ടേസ്റ്റാണ്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ മിക്കവാറും അത് തിന്ന് തീർക്കും. അപ്പം നമ്മൾ തോരനായി. നമുക്ക് ആ വഴുതനങ്ങ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയും കൂടെ ചെയ്യും. വേറെ പാത്രത്തിലോട്ട് തോരൻ കോരി മാറ്റി വെക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനിയും തിന്നാൻ തോന്നും. മിക്കവാറും ഞങ്ങൾ തിന്ന് തീർക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ തോരൻ ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്ന് വെളുപ്പിനെ നല്ല മഴ പെയ്തു കേട്ടോ. പക്ഷേ എങ്കിലില്ലേ ചൂടിനൊരു കുറവുമില്ല. നല്ല ചൂടാണ്. അടിപൊളി ചൂടാണ്. നമുക്കിനി ഇതും കൂടെ വറുത്തെടുക്കാം. പിന്നെ പപ്പടമുണ്ട്, സാമ്പാറുണ്ട്, മീൻ പറ്റിച്ചുണ്ട്, നമ്മുടെ തോരൻ വെച്ചു. പിന്നെ നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കണം. നമ്മുടെ മീനൊന്ന് നോക്കട്ടെ. പറ്റിയില്ല, പറ്റി വരുന്നേ ഉള്ളൂ. അപ്പം ഇതും കൂടി നമുക്ക് വറുത്തെടുക്കാം. തീരെ കനം കുറച്ചറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് വറുത്തെടുക്കാനായിട്ട് പറ്റും. വറുത്തെടുക്കട്ടെ. നമ്മുടെ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചവരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ആദ്യമായിട്ട്
നമ്മൾ ചെയ്യേണ്ടത് കവളില്ലാത്തവർ കേട്ടോ. കവളുള്ളവർക്കൊന്നും പ്രശ്നമില്ല, എനിക്ക് വലിയ പ്രശ്നമില്ല, കവളുണ്ട് കേട്ടോ. എനിക്കും എൻ്റെ ഏറ്റവും ഇളയ അനിയത്തിക്കും കവളുണ്ട്. പക്ഷെ നടുക്കത്തെ കിടങ്ങറക്കാർക്ക് കവളില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എഴുന്നേറ്റ് ഉടനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കവളുണ്ടല്ലോ 2 സൈഡിലേക്ക് എന്താ ഇങ്ങനെ വലിക്കുക. ഒരു 25 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. ഒരു 25 പ്രാവശ്യം ഇതാ ഇങ്ങനെ ചെയ്യുക കേട്ടോ. 25 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ എന്നും ചെയ്യുക. നമ്മുടെ കവളിന് നല്ല മാറ്റം ഉണ്ടാകും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിൽ കുറച്ച് വെള്ളം എടുക്കുക. വായിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അങ്ങനെ വെക്കുക. കാണിച്ചു തരാം. വായിൽ കുറച്ച് വെള്ളം എടുക്കുക. ഇപ്പോൾ മനസ്സിലായോ? വായി കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ സൈഡിലോട്ട് മണം കൊണ്ടുവരിക, ഈ സൈഡിലോട്ടും ഇങ്ങനെ കൊണ്ടുവരിക. 25 പ്രാവശ്യം വെച്ച് ചെയ്യുക. പിന്നെ അടുത്തത് നമ്മുടെ മുഖത്തിടുന്ന എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും മതി. കൈക്കൊരു വഴക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഓയിലൊക്കെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കൈ അങ്ങോട്ട് തെന്നി നിരങ്ങി നീങ്ങത്തില്ല. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ശകലം വെളിച്ചെണ്ണ എടുത്തിട്ട് തളിങ്ങനെ ഇങ്ങനെ ഇതും 25 പ്രാവശ്യം ചെയ്യുക. പിന്നെ നമ്മൾ കുളിക്കാനൊക്കെ കയറുമ്പോഴത്തേക്കും നമുക്ക് വായിൽ വെള്ളം എടുത്തിട്ട് ഒരു ശകലം പോലും വെള്ളം വെളിയിൽ പോകാത്ത രീതിയിൽ വെടിച്ചിട്ട് ഇതാ ഇങ്ങനെ പിടിക്കുക. മാക്സിമം പിടിക്കാവുന്നത്രയും പിടിക്കുക. എന്നിട്ട് നമ്മൾ അത് മാറ്റിയിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്യുക. 25 പ്രാവശ്യം ചെയ്യുക. ദിവസവും ചെയ്യുക. നിങ്ങൾക്ക് 1 മാസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല തുടുത്ത കവള് വരും. പിന്നെ ഉള്ളിലേക്ക് പറ്റുന്ന കാര്യം പറഞ്ഞു തരാം. അതും നിങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യമാണ്. ഉലുവ തലേദിവസം വെള്ളത്തിലിടുക. ഉലുവ നമ്മുടെ ഉലുവയില്ലേ കറക്കൊക്കെ എടുക്കുന്നത്, ആ തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിടുക. പിറ്റേ ദിവസം ആകുമ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിക്കകത്തിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ 2 കവിളിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അത് ഉണങ്ങും. ആ ഉലുവ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം കഴുകി കളയുക. അതും കവിള് വരാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നത്തെ കാര്യം, ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു കാര്യം പറഞ്ഞു തരാം. ക്യാരറ്റും ബീട്രൂട്ടും എടുക്കുക. അതൊന്ന് വേവിക്കുക. ജസ്റ്റ് ഒന്ന് വേവിക്കുക. വേവിച്ച് കഴിഞ്ഞതിന് ശേഷം തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് ശകലം നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് കുടിക്കുക. പോയിട്ടു ആരുടെ അടുത്ത് ആണോ? ശരി. അടച്ചത്. അപ്പം ആ ജ്യൂസ് കുടിക്കുക. അത് കുടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും. എത്ര കവളില്ലാത്തവരാണേലും കവള് നന്നായിട്ട് വരും. ചെയ്ത് നോക്കുക. വെറും നിസ്സാരമായിട്ടുള്ള ടിപ്സുകളാണിതൊക്കെ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? കവളില്ലാത്തവരൊക്കെ ഈ കവള് വരാനായിട്ട് ഈ പറഞ്ഞ ടിപ്സൊക്കെ ചെയ്യുവോ? ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും വരും. ആരും നിരാശപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. പക്ഷെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കവള് വയ്ക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.